എന്റെ ഈ ഒറ്റയാൾ പോരാട്ടം തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറച്ചായി. 2022 തുടക്കത്തിലാണ് ഞാൻ UK വരുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ എന്റെ ജീവിതം മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ UK ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇഫ് യു നോ യു നോ. UK പ്രാക്ടിക്കൽ ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളത് ചെറിയൊരു കാര്യമേ അല്ല. നാട്ടിൽ ഞാൻ കാർ പറപ്പിച്ചു വിടെങ്കിലും ഇവിടെ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. 2 മണിക്കൂറിന്റെ ക്ലാസ്സിന് നാട്ടിലെ 7500 രൂപയാണ് ഞാൻ ഇവിടെ കൊടുത്തോണ്ടിരുന്നത്. അത്യാവശ്യം കുറച്ചധികം ക്ലാസ്സസ് എടുത്തിട്ട് തന്നെയാണ് ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിന് പോയത്. പാസ്സാവുന്നുള്ള ഫുൾ കോൺഫിഡൻസിലാണ് ഞാൻ അന്ന് പോയത്. കാരണം അത്രയേറെ എഫേർട്ടും ടൈമും മണിയും ഞാൻ ഇതിന്റെ മേലിൽ സ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ അന്ന് ഹാർട്ട് ബ്രോക്കൺ ആയി. വളരെ മൈന്യൂട്ട് മിസ്റ്റേക്കിനാണ് എന്നെ എക്സാമിലർ ഫെയിൽ ആക്കിയത്. സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ സ്ട്രോങ് ഗേൾസ് നെവർ ഗിവ് അപ്പ്. ലൈസൻസ് നേടിയെടുക്കുക എന്നുള്ളത് എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്റെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആയ സമീർ ഭയ്യനോട് പറഞ്ഞപ്പോൾ ആൾ അതൊരു ചലഞ്ച് ആയിട്ട് തന്നെ എടുത്തു. അങ്ങനെ കഴിഞ്ഞ വലിയ പെരുന്നാളിന്റെ അന്ന് രാവിലെ ആയിരുന്നു എന്റെ നെക്സ്റ്റ് ടേൺ. 45 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ടി ഓടുന്ന് പാർക്ക് ചെയ്തപ്പോ എക്സാമിനർ 2 സെക്കൻഡ് എന്റെ മുഖത്തോട്ട് നോക്കി. ഞാനാണെങ്കിൽ എന്റെ കിള്ളി പാറിയ അവസ്ഥയിൽ റിസൾട്ട് കേൾക്കാനായിട്ട് അയാളുടെ വായലോട്ട് നോക്കി. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ടാബിലെ എക്സാം ഷീറ്റ് എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, സാനിയ യു ഡിഡ് എ ബ്രില്യന്റ് ജോബ്. കാരണം അയാൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു മൈനർ മിസ്റ്റേക്ക് പോലും ഉണ്ടാക്കാതെയിരുന്നു ഞാൻ പാസ്സായത്. അങ്ങനെ എന്റെ 2 മാസത്തെ കഠിന പ്രയത്നത്തിന് ശേഷം ഞാൻ ടെസ്റ്റ് പാസ്സായി. അതും ഒരൊറ്റ മിസ്റ്റേക്ക് പോലും ഇല്ലാണ്ട്. ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നതും ടെസ്റ്റിന് പോകുന്നതും ഒന്നും UK ഫ്രണ്ട്സിനോ എന്റെ ഫാമിലിക്കോ അറിയുന്നുണ്ടായിരുന്നില്ല. ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്പർ ഓഫ് ആളുകളോട് പറയരുത്, പറയണം അച്ചീവ് ചെയ്തതിനു ശേഷം. ഈ ഒരു മന്ത്രമാണ് കുറച്ചു കാലമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ പറയേണ്ടതില്ലല്ലോ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നമുക്ക് കിട്ടും.